നിങ്ങളിത് കണ്ടോ? ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ നിഷ്കരണം കൈകാര്യം ചെയ്യുന്ന ക്രൂരമായൊരു വീഡിയോ അല്ലേ? ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിലുണ്ടായി. സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അക്ഷരങ്ങളും വാക്കുകളും നിരത്തിയിട്ട് ആ അധ്യാപകന്റെ ചെയ്തിയെ കണക്കറ്റ് കുറ്റപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ അധ്യാപകന്റെ തെറ്റിൽ നിന്ന് നമ്മൾ വിധിയെഴുതി ഇരിക്കുന്ന സമയത്ത് അയാളുടെ ഒരു വീഡിയോ വരുന്നു. ഇതാ ഈ വീഡിയോ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ മണികണ്ഠൻ മാസ്റ്റർ, വരൂര് സ്കൂളിലെ 2 ദിവസമായിട്ട് നവമാധ്യമങ്ങളിൽ എന്നെ കുറിച്ചുള്ള ചർച്ചയാണ്. സംഭവം ഞാൻ ചെയ്തത് തെറ്റന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിൽ വന്ന് തട്ടുന്നു. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വശം കാണുന്നത് എന്താണ് മേശപ്പുറത്ത് കയറിയിരിക്കുന്നത് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ്, ഞാൻ തീരെ കാണാത്ത ഒരാളാണ്. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ കുട്ടി ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് കുട്ടികൾ ചെയ്തതല്ല. കോമാളിക്ക് തുല്യമായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത്. മേശറ മുകളിൽ കയറിയിരിക്കുക, പിന്നെ എന്തൊക്കെയാണ് അവരവിടെ ചെയ്തിരുന്നതെന്ന് എനിക്ക് കാണില്ലല്ലോ. അപ്പോൾ ഉണ്ടായ ഒരു വികാരം കൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അന്ധനായ അധ്യാപകൻ സീരിയസ് ആയി ക്ലാസ് എടുക്കുമ്പോൾ അയാൾക്ക് പിറകിലെ ടേബിളിൽ കയറിയിരുന്ന് കൊഞ്ഞനം കുത്തുന്ന വിദ്യാർത്ഥി തന്റെ പരിമിതിയെ ഇങ്ങനെ അപഹസിച്ചതറിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട അധ്യാപകൻ ആ കുട്ടിയെ തല്ലി. അയാളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞുകൊണ്ട് അടിച്ചത് തെറ്റാണെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ കമന്റുകൾ മുഴുവൻ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. ഇവിടെ ശരിതെറ്റുകൾ അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. അമ്മയെ തല്ലിയാലും അത് നന്നായി, അവൾക്ക് 2 എണ്ണം കിട്ടേണ്ടതായിരുന്നു എന്ന് പക്ഷം പിടിക്കുന്ന നെറികെട്ടവരുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അവനവൻ്റെ ഹിതം പോലെ ഇവിടെ പക്ഷം പിടിക്കുക. എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഒരു അധ്യാപികയെയാണ്. എന്തോ അസുഖം കാരണം, അതിന് മരുന്ന് കാരണമോ സ്ഥിരമായി ഉറങ്ങിയിരുന്ന ഒരു ടീച്ചർ. അതിൻ്റെ പീരീഡ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇഷ്ടംപോലെ കളിക്കാം. അതിനിടയിൽ ചിലർ ടീച്ചറുടെ നേരെയും കളി തുടങ്ങി. ബലൂൺ പൊട്ടിക്കൽ, വലിയ ശബ്ദമുണ്ടാക്കൽ, ടീച്ചർ മുഖം വെച്ചുറങ്ങുന്ന ടേബിളിൽ നായ്ക്കറിനപ്പൊടി വിതറൽ, ചൊറിയൻ തൂവ ടീച്ചറുടെ മേലാകെ വരുതൽ. അവസാനത്തെ 2 എണ്ണം പറഞ്ഞു കേട്ടതാണ് കേട്ടോ, എൻ്റെ ക്ലാസ്സിൽ സംഭവിച്ചതല്ല. എൻ്റെ ക്ലാസ്സിൽ ചെയ്തവർക്കൊക്കെ കൃത്യമായി ചുരൽ കഷായം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തരം നിരാലംബരായവർക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കാലത്തും ഉൾക്കൊള്ളാനാവില്ല. കുട്ടികളുടെ വികൃതി എന്ന് ചുരുക്കാനുമാവില്ല. മനുഷ്യൻ്റെ എന്നല്ല, ഏത് ജീവിയുടേതാണെങ്കിലും ഇത്തരം ബലഹീനതകളെ മുതലെടുക്കുന്നവർ ശരിക്കും സാമൂഹ്യ വിരുദ്ധരാണ്. അതിനുള്ള സ്വാഭാവിക പ്രതികരണങ്ങളെ സാധൂകരിക്കാവുന്നതാണ്. ഇതാണ് എൻ്റെ പക്ഷം.